നമസ്കാരം, സൗഹൃദ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് സൗഹൃദ മീഡിയയുടെ അതിഥിയായിട്ട് ഒരു വ്യക്തിത്വം വന്നിട്ടുണ്ട്. അദ്ദേഹം കലാകാരനാണ്, പാട്ട് പാടും, മിമിക്രി ചെയ്യും. പിന്നെ അതിലൊക്കെ ഉപരിയായിട്ട് അദ്ദേഹം ഒരു ഓട്ടോ ഓടിച്ച് നടക്കുന്ന ഒരാളാണ്. കൂടാതെ അദ്ദേഹം ചാനലുകളിൽ വെബ് സീരീസുകളിലൊക്കെ അഭിനയിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തെ നമുക്ക് കൂടുതലായിട്ട് സൗഹൃദ മീഡിയയ്ക്ക് വേണ്ടിയിട്ട് ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം. നമസ്കാരം. എന്താണ് താങ്കളുടെ പേര്? എൻ്റെ പേര് സത്യനാണ്. സത്യനാണ്. അപ്പോൾ ഇപ്പോൾ താങ്കൾ എന്താ ചെയ്യുന്നത്? ഇപ്പോൾ ഞാൻ ഓട്ടോ ഓടിക്കുകയാണ്. അപ്പോൾ ഈ ഓട്ടോ ഓടിക്കുന്ന ആൾക്ക് ഈ വക കാര്യങ്ങൾക്കൊക്കെ സമയം കണ്ടെത്താൻ കുറച്ച് പ്രയാസം ഉണ്ടാവില്ലേ? അങ്ങനെയൊന്നുമില്ല. നമ്മളുള്ള സമയം ഉപയോഗിച്ചിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്യുക എന്നാണ്. അപ്പോൾ ഈ പാട്ട് പാടുക എന്നൊക്കെ പറഞ്ഞാൽ നല്ല സ്റ്റേജിലൊക്കെ പാട്ട് പാടുന്നതാണോ അതോ എങ്ങനെയപ്പോൾ അത്? സ്റ്റേജിൽ പാടിയിട്ടുണ്ട് മുന്നേ. സ്റ്റേജിൽ പാടി എന്ന് പറഞ്ഞാൽ ഒരു 7-8 വർഷം മുന്നേ പാടിയിട്ടുണ്ട്. മിമിക്രി ഐറ്റംസൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. 8 വർഷം മുന്നേ ഇദ്ദേഹം സ്റ്റേജിലൊക്കെ പാട്ട് പാടിയിട്ട് മിമിക്രിയൊക്കെ അവതരിപ്പിച്ചൊരു ആളാണ്. ഇപ്പോൾ താങ്കൾ ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടോ? ഇപ്പോഴും ഞാൻ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. എന്നെ കൊണ്ട് പറ്റുന്ന ടൈമിലൊക്കെ സ്റ്റേജൊന്നും കയറാറില്ല. പിന്നെ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന ഇതിലൊക്കെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴൊക്കെ നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. പിന്നെ ചാൻസുകൾ ഇപ്പോൾ വന്നുള്ളൂ. അങ്ങനെ അവരായിട്ട് പരിചയപ്പെട്ടപ്പോൾ നമ്മുടെ സടുപുഴ ചാനലിൻ്റെ മീഡിയ ചാനലിൻ്റെ ആൾക്കാരായിട്ട് പരിചയപ്പെട്ടപ്പോൾ അവർ നല്ലൊരു ആൾക്കാരാണ്. അഭിനയിക്കാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ തന്നു. മീഡിയയുടെ ആളുകൾ താങ്കൾക്ക് അഭിനയിക്കാൻ ഒരു അവസരം തരണ്ടായില്ലേ? അപ്പോൾ ഞാൻ 2 പേര് പാട്ട് പാടിയോ? അത് ഇഷ്ടപ്പെട്ട് ഞാനിപ്പോൾ എൻ്റെ കൂട്ടുകാരന്മാരും പറയും നന്നായി പാടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ സത്യത്തിൽ ഞാൻ ഒരു 6 മാസം ബോംബെയിൽ സംഗീതം ഇത് പഠിക്കാൻ പോയിട്ടുണ്ട്. ബോംബെയിൽ? അതെന്താ അപ്പോൾ അങ്ങനെ? സർവ്വസാധാരണ സംഗീതം പഠിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൻപുറത്തെ സംഗീതജ്ഞന്മാരുടെ അടുത്തുനിന്നൊക്കെ ആണല്ലോ. ഇത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് താങ്കൾ ഈ ബോംബെയിൽ പോയിട്ട് സംഗീതം പഠിക്കാനുള്ളൊരു കാരണം? അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് അവിടെയാണ് വർക്ക്. എന്താണ് അവിടെ? ഞാൻ ശരിക്കും ഞാൻ പപ്പട പണിക്കാരനാണ്. അപ്പോൾ ഞാൻ SLC കഴിഞ്ഞൊരു 2 വർഷം കഴിഞ്ഞപ്പോൾ ബോംബെക്ക് വിട്ടു. പിന്നെ അവിടെ ഒരാളുടെ കീഴിൽ കമ്പനിയിൽ പണി അങ്ങനെ. അപ്പോൾ ഇങ്ങനെ എൻ്റെ പാട്ട് ചെറുങ്ങനെ പാട്ട് കേട്ടപ്പോൾ മുതലാളിയുടെ ഭാര്യ എന്നോട് ചേർത്തു. അന്ന് ചെറുപ്പമാണ്. അപ്പോൾ ഒരു ടീച്ചറെ എടുത്ത് ചേർത്ത് ഒരു 6 മാസത്തോളം ഞാൻ അങ്ങനെ പഠിച്ചു. അതിലിടയ്ക്ക് അമ്മയ്ക്ക് സുഖമില്ലാതെ. പിന്നെ പാട്ട് പഠിക്കുക എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായിട്ടാണോ? അതെ, ശാസ്ത്രീയമായിട്ട് അവർ തന്നെ കുറേ കുട്ടികളുണ്ട്. അപ്പോൾ ടീച്ചറുണ്ട്, അങ്ങനെ പഠിപ്പിച്ചു തരും. പിന്നെ അങ്ങനെ പാടാൻ ശാസ്ത്രീയമായിട്ട് പഠിക്കുക എന്ന് പറഞ്ഞാൽ സ്വരസ്ഥാനങ്ങളൊക്കെ ഉറക്കണം. സ്വരസ്ഥാനം ഉറച്ചതിന് ശേഷം പിന്നെ കീർത്തനങ്ങൾ പാടണം. 1-2 ഓർമ്മ ഉണ്ട് കീർത്തനം. അപ്പോൾ ഈ സൗഹൃദ മീഡിയയ്ക്ക് വേണ്ടിയിട്ട് ആ കീർത്തനത്തിൽ നിന്നും ഏതാനും വരികൾ ഓർത്തെടുത്ത് പാടാൻ കഴിയുമോ താങ്കൾക്കിപ്പോൾ? രേ രേ ശ്രീരാം രാമ ചന്ദ്ര രാമചന്ദ്ര സാരി ഗമ പദനിസ. ഞാൻ മറന്നുപോയ ചിലപ്പോൾ ആരെയും സംഗീതം അറിയുന്ന ആൾക്കാരുടെ ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ പ്രശ്നം. ഞാനൊരു പാട്ടാണ് പാടാം. അതല്ലേ അതുപോലെ. ഞാൻ കെട്ടിയ പെണ്ണിന്നിത്തിരി ചന്തം കുറവാണ്, എന്നാലും അവൾ ഇന്നെൻ്റെ സുന്ദരിയാണ്. 14-ാം രാവുദിക്കും പോലൊരു ചിരിയാണ്, പടിവാതിൽ ചാരി എന്നെ നോക്കും പെണ്ണാണ്. 14-ാം രാവുദിക്കും പോലൊരു ചിരിയാണ്, പടിവാതിൽ ചാരി എന്നെ നോക്കും പെണ്ണാണ്. പവിഴപ്പൂമിഴിയുള്ളോളവൾ പാവം പെണ്ണാണ്. ഞാൻ കെട്ടിയ പെണ്ണിന്നിത്തിരി ചന്തം കുറവാണ്, എന്നാലും അവൾ ഇന്നെൻ്റെ സുന്ദരിയാണ്.
ഞാനെത്തും മണിയറയിൽ നേരത്തെ അവളെത്തും, കവിളത്തൊരു മണിമുത്തം നൽകിക്കൊണ്ടവളെത്തും. ഞാനെത്തും മണിയറയിൽ നേരത്തെ അവളെത്തും, കവിളത്തൊരു മണിമുത്തം നൽകിക്കൊണ്ടവളെത്തും. ഞാനൊന്നു പിണങ്ങുന്നേരം കരയുന്നൊരു മോളാണ്, ഞാനൊന്നു ചിരിച്ചാൽ അവളിൽ പെരുന്നാളിൻ പൊലിവാണ്. ഞാനൊന്നു പിണങ്ങുന്നേരം കരയുന്നൊരു മോളാണ്, ഞാനൊന്നു ചിരിച്ചാൽ അവളിൽ പെരുന്നാളിൻ പൊലിവാണ്. ഒരു നേരം പിരിയുമ്പോഴും എൻ്റെ മനസ്സിൽ സങ്കടമാ, ഈ ജന്മം എനിക്കായി മാത്രം ജീവൻ തന്നൊരു സുന്ദരിയാ. ഞാൻ കെട്ടിയ പെണ്ണിന്നിത്തിരി ചന്തം കുറവാണ്, എന്നാലും അവൾ ഇന്നെൻ്റെ സുന്ദരിയാണ്. എന്നരികിൽ അവളുണ്ടെന്നാൽ ദുഃഖം ഞാൻ അറിയില്ല, അറിയാതൻ കണ്ണു നിറഞ്ഞാൽ അവളന്നു ഉറങ്ങില്ല. എന്നരികിൽ അവളുണ്ടെന്നാൽ ദുഃഖം ഞാൻ അറിയില്ല, അറിയാതൻ കണ്ണു നിറഞ്ഞാൽ അവളന്നു ഉറങ്ങില്ല. ഇന്നോളം പരിഭവമൊന്നും പറയാത്തൊരു പെണ്ണാണ്, ഈ കുന്നോളം സ്നേഹമൊരുക്കി കഴിയുന്നൊരു മോളാണ്. ഇന്നോളം പരിഭവമൊന്നും പറയാത്തൊരു പെണ്ണാണ്, കുന്നോളം സ്നേഹമൊരുക്കി കഴിയുന്നൊരു മോളാണ്. ഒരു നേരം പിരിയുമ്പോഴും എൻ്റെ മനസ്സിൽ സങ്കടമാ, തെറ്റി. താളമേള വാദ്യങ്ങളൊന്നും കൂടാതെ തന്നെ ഇദ്ദേഹം നന്നായിട്ട് ഒരു പാട്ട് പാടുണ്ടായി. വളരെ സന്തോഷം. അപ്പോൾ ഈ പാട്ടിലുപരി ഇപ്പോൾ താങ്കൾ പ്രാക്ടീസൊക്കെ ചെയ്യുന്നു പറഞ്ഞല്ലോ, അപ്പം അതിൽ മിമിക്സ് ഒക്കെ ഉൾപ്പെടില്ലേ? അപ്പോൾ സൗഹൃദ മീഡിയയ്ക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു മിമിക്ക് ആയിക്കോട്ടെ, ഒന്നും ചെയ്താൽ തരക്കേടില്ല. ഞാൻ അത് താങ്കൾ മിമിക്സ് ആരെങ്കിലും അനുകരിക്കുകയാണോ അതോ അനുകരിക്കാം? നടന്മാരെ അനുകരിക്കണം. 1-2 നടന്മാരെ അനുകരിക്കും, 2-3. പിന്നെ എന്നാ അതൊന്നും ആയിക്കോട്ടെ. ഞാൻ ആദ്യമായിട്ട് തന്നെ നമ്മുടെ സൂപ്പർ സ്റ്റാർ മോഹൻലാലിനെ ഒന്ന് അനുകരിക്കാം. അയ്യോ മോനെ ദിനേശ, ഒരുപാട് കാലമായി കണ്ടിട്ട്. താ എവിടെയായിരുന്നു? വാടോ പെരുങ്ങോടാ, തൻ്റെ പെരുക്കൽ തൂക്കൊക്കെ കൊതിയായി വാടോ. പിന്നെ ജഗതിയാണ്, ജഗദീഷ് സാമ്രാട്ട് അല്ലേ? സാമ്രാട്ട് ജഗതി ചേട്ടൻ. എന്തോന്നടേ ജോജി, എൻ്റെ മുറ്റത്തല്ല പ്രാവുകൾ തൂറി അരച്ച് ഒന്ന് എഴിച്ച് പോടേ, ഇവറ്റകളെ കൊല്ല് കേട്ടോ. ഇനി പറയാനുള്ളത് ഇന്നസെൻ്റാണ്, അതിൽ കയറി വന്നു. ഒരു കാലത്ത് ഹാസ്യസാമ്രാട്ടും യശശരീരനുമായ ശ്രീ ഇന്നസെൻ്റ് ഏട്ടൻ, അദ്ദേഹത്തെയാണ് ഇദ്ദേഹം അനുകരിക്കുന്നത്. നമുക്കൊന്ന് കാണാം. എൻ്റെ ഈശ്വര, ആൾക്കാർ നോക്കണിട്ടാ, കുഴപ്പം ഇതൊന്നും വേണ്ടായിരുന്നു കേട്ടാ. പിന്നെ ബാലേന്ദ്രമേനോൻ അറിയാം, പറഞ്ഞില്ല, ചെയ്യാനും ചെയ്യാതിരിക്കാനും കഴിവുണ്ട്. ഞാൻ വരുമ്പോൾ അവർ വന്നിരുന്നു, അമ്മ കണ്ടില്ല, ഞാൻ പറഞ്ഞില്ല. ഫിഗർ എന്ന് പറഞ്ഞാൽ മുഖത്തിൻ്റെ ദിലീപിൻ്റെ മറ്റേ കുഞ്ഞിക്കൂനിലെ ഒന്ന് ഡാൻസ് ഉണ്ടായിരുന്നു. കുറച്ച് നടന്മാരെ കഴിഞ്ഞപ്പോൾ അങ്ങനെ കുറേ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മൾ വണ്ടി ഒറ്റയ്ക്ക് ഓടിക്കുമ്പോഴേ ഓരോ സ്ഥലത്ത് ഇങ്ങനെ പോയി വരുമ്പോൾ ഇങ്ങനെ എടുത്ത് വരുന്നുള്ളൂ. രജനീകാന്തും അവരവരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പ്രാക്ടീസ്. പിന്നെ കൊച്ചി കലാമെന്ന് ഞാൻ പോരുന്ന സമയത്ത് ഇവിടെ വീരപ്പൻ്റെ ഇതായിരുന്നു, ഒരു ഹാസ്യ പരിപാടിയായിരുന്നു. അങ്ങനെ വീരപ്പൻ്റെ ഇത് പരിപാടിക്ക് ഞാൻ ഉണ്ടായിരുന്നു. അതിലിടയ്ക്കാണ് പിന്നെ കല്യാണം ഫിക്സായി.
അപ്പോൾ പിന്നെ ഏട്ടന്മാരെ കൊണ്ട് വിളിച്ചു വരുത്തി കല്യാണം കഴിച്ച് പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. ഇവിടെ പറഞ്ഞു. പിന്നെ പോകണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, സാധിച്ചില്ല. പിന്നെ കുറച്ച് പിന്നെ കഷ്ടം കുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങനെ പോണു. ഇപ്പം അതിലാണ്. അതെ 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 അങ്ങനെ അത് വലിയൊരു കാര്യമാണ്. സാധാരണ ആളുകള് ഒരു കാര്യം ചെയ്യുമ്പോൾ മറ്റു കാര്യങ്ങൾ വിടാറാണ് പതിവ്. അതെ, താങ്കളിതെല്ലാം കൂടി ഒത്തിണക്കി കൊണ്ടുപോകണ്ടല്ലോ. അതെ. ഞാനിപ്പോൾ വലിയൊരു കാര്യമാണ്. ഈ രാത്രിയൊക്കെ പാടേ പോയി വരുമ്പോൾ ഞാനിങ്ങനെ പാടിയിട്ടേ വരുള്ളൂ. പാടും പാട്ട് ആരും കേൾക്കാമല്ലോ. അങ്ങനെ പാടും. ഇപ്പം അങ്ങനെ സ്റ്റേജ് മറ്റേ സ്റ്റാൻഡിലൊന്നും രണ്ടോ പാട്ട് പാടിക്കാം. അവർക്ക് ഇഷ്ടപ്പെട്ടു. ഒരു പാട്ടുണ്ട്, ഇപ്പോൾ ഈ പാട്ടുണ്ട് ഒരു 4 വരി ഞാൻ പാടി അവർക്ക് കൊടുത്തിട്ടുണ്ടാവും. അത് കുഴപ്പമില്ല, നന്നായിട്ടുണ്ടാവും. അഭിനയിക്കാണെങ്കിൽ കുഴപ്പമില്ല. ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കുന്ന ആഗ്രഹമൊക്കെ ഉണ്ട്. ഒന്ന് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ അതിൻ്റെ ഒരു എപ്പിസോഡ് 4ാമത്തെ എപ്പിസോഡ് വരാൻ കിടക്കുന്നുണ്ട്. അത് ശനിയാഴ്ചയാണ് അതിൻ്റെ ഷൂട്ടിങ് പറഞ്ഞുള്ളത്. കടകുട മീഡിയ യൂട്യൂബ് ചാനലിൻ്റെയാണ്. അപ്പോൾ അതിന് ശനിയാഴ്ച ആണ് ഷൂട്ടിങ് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അഭിനയിക്കാൻ അവസരം കിട്ടി അഭിനയിക്കും. അപ്പോൾ കടകുട മീഡിയയുടെ ഈ എപ്പിസോഡിൽ താങ്കൾ അഭിനയ രംഗത്തേക്കുള്ളൊരു കാൽവെപ്പാവട്ടെ എന്ന് സൗഹൃദ മീഡിയ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. സൗഹൃദ മീഡിയ നമ്മുടെ ചാനൽ അഭിമുഖത്തിൽ വന്ന എല്ലാവർക്കും, നമ്മുടെ പേരെന്താ, രാജേട്ടനും അതുപോലെ തന്നെ രതീഷിനും എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. ഇങ്ങനെ ഒരു അവസരം എനിക്ക് ഒരുക്കി തന്നതിലും ജനങ്ങളോടും ചാനലിനോടും നന്ദി പറയുന്നു. കലാരംഗത്തേക്ക് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ സൗഹൃദ മീഡിയ ചാനലിലേക്ക്, യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ മോളെ വിളിച്ചതാണ്. അവർക്ക് അവർ പഠിക്കാമെന്നാണ് പറയുന്നത്. അവർക്ക് പഠിപ്പിൻ്റെ ഇടയിൽ ഇത് നടക്കില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ വേണ്ട, ആരും നമ്മൾ പിടിച്ചെടുത്ത് കൊണ്ട് കാര്യമില്ല. അതെ അതെ അതെ. അപ്പോൾ ഞാനിപ്പോൾ അത് എനിക്ക് അന്നെൻ്റെ സ്നേഹിതൻ രാജനോട്, എനിക്കൊരു വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു സീന് ഞാൻ ബോംബെയിൽ അവതരിപ്പിച്ച സീന് ഇവിടെ എടുക്കുന്ന ആഗ്രഹം വല്ലാറുണ്ട്. പക്ഷെ അതിനുള്ള ഇത് ഒരു അവസരം കിട്ടിയിട്ടില്ല. ഇല്ല ഇല്ല. അല്ല, ഞാനിങ്ങനെ പറഞ്ഞില്ല, ഒരു അശ്വമേധത്തിലെ സീന് ഞാൻ അവതരിപ്പിച്ച് കാണികളൊക്കെ നല്ല കരയുണ്ടായി. അത്ര അങ്ങനത്തെ സീനായിരുന്നു. അങ്ങനത്തെ സീന്. അതെ, അതിപ്പോൾ ഒരു 18 കൊല്ലം ഉണ്ടാവും. 18 കൊല്ലം അതിന് മേലെ ഉണ്ടാവും. 18 വർഷം മുൻപ്. അപ്പോൾ അന്നേ പിന്നെ ഞാനിങ്ങനെ സ്റ്റേജിലുള്ള ഈ പള്ളിപ്പെരുന്നാൾ, മലയാളി സമാജം പരിപാടികൾ, അതുപോലെ തന്നെ ജോളിയവർ ഉണ്ടല്ലോ നമ്മുടെ തെലുങ്ക് ഹാസ്യ നടൻ, അയാൾ വന്നിട്ട് എന്നെ കണ്ട്. അപ്പോൾ ഞാൻ രജനീകാന്തിൻ്റെ ഒരു 1-2 സീൻ അഭിനയിച്ചപ്പോൾ മൂപ്പര് ഇഷ്ടമായി. മൂപ്പരിനെ വന്ന് കെട്ടിപ്പിടിച്ചു. എന്നിട്ട് കൊണ്ടുപോയി 2-3 പരിപാടി സ്റ്റേജിൽ മൂപ്പരപ്പോൾ ഞാൻ അവതരിപ്പിച്ച്. പിന്നെ ഫോണും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. എന്നോട് നമ്പർ കിട്ടാൻ കുഴപ്പമില്ല. നല്ല ഇഷ്ടമായി മൂപ്പർക്ക് തന്നെ. അപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു ഞാൻ കൊണ്ടുപോകട്ടെ എന്നൊക്കെ പറഞ്ഞ് പിന്നെ കാണാൻ പറ്റിയില്ല. അങ്ങനെയുള്ള ഇതൊക്കെ. പിന്നെ അവിടെ നിൽക്കാൻ പറ്റാത്ത കണ്ടീഷനായി. പിന്നെ വീടും ഇതൊക്കെ ഇവിടെ വേണ്ടേ, ആൾക്കാരൊക്കെ വേണ്ടേ. പിന്നെ അവിടെ നിന്ന് കല്യാണം അയക്കാനുള്ള തീരുമാനം ഉണ്ടായിരുന്നു ആദ്യം. പെണ്ണൊക്കെ നോക്കിയതാ. പിന്നെ ഏട്ടന്മാരൊക്കെ ഉള്ള കാരണം പിന്നെ ഇവിടെ നിന്ന് പെണ്ണ് അന്വേഷിച്ചു. അത് 16 കൊല്ലം അവിടെ വന്നല്ലോ. അപ്പൊ താങ്കളിലെ കലാകാരൻ ഇപ്പോഴാണ് പൂർണ്ണതയിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് അത് സാവകാശം എത്തും, പ്രാക്ടീസ് ചെയ്യണം. സാവകാശം താങ്കളുടെ കലാകാരൻ പരിപൂർണമായി രംഗപ്രവേശം ചെയ്യുന്നതാണ് സൗഹൃദ മീഡിയയ്ക്ക് തോന്നുന്നത്. അപ്പോൾ ധാരാളം അവസരങ്ങൾ താങ്കൾ തേടി വരട്ടെ എല്ലാ അർത്ഥത്തിലും. ആയിക്കോട്ടെ. താങ്കളുടെ കഴിവ് കുടുംബത്തിലാർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? വിശേഷ കുട്ടികൾക്കാർക്ക് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നും പാടണമെന്ന് കേട്ടിട്ടില്ല. എന്താണെന്ന് അറിയില്ല. ഇനിയിപ്പോൾ ഞാൻ കേൾക്കാതെ പാടുണ്ടോയെന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ ഇനി ശ്രീമാൻ സത്യേട്ടൻ്റെ കുടുംബത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതാണ് എൻ്റെ വൈഫ് സബിത. ഇത്രയും സമയം സൗഹൃദ മീഡിയയ്ക്ക് വേണ്ടി സമയം കണ്ടെത്തി സൗഹൃദ മീഡിയയോട് സംവദിച്ച ശ്രീ സത്യൻ മൂക്കുതലയ്ക്ക് സൗഹൃദ മീഡിയയുടെ നന്ദി. നമസ്കാരം. നമസ്കാരം. ഇത്ര നേരം എനിക്ക് എന്നെ വീട്ടിൽ വന്ന് എനിക്കൊരു അവസരം തന്ന
സൗഹൃദ മീഡിയ ചാനലിനും അതുപോലെ തന്നെ സടുകുളം മീഡിയ യൂട്യൂബ് ചാനലിനും വളരെ നന്ദി. പ്രേക്ഷകർക്കും നന്ദി. നമസ്കാരം.